പ്രൈസ് ദ ലോർഡ്. മീക 7:5 നമുക്ക് ഉത്തരവിടുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാം. വിശ്വാസത്തോടെ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, നാവിലൂടെ പ്രഖ്യാപിക്കുക, വിശ്വാസത്തോടെ ആയിരിക്കണം. FGAG ചർച്ച് പാസ്റ്റർ സാമി തങ്കയ്യ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഐ ഡിക്രി ആൻഡ് ഡിക്ലെയർ. ഒരുപാട് പേർക്കത് മനസ്സിലാകുന്നില്ല, അത് മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വചനമെടുത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ ഹൃദയത്തിൽ അപ്ലൈ ചെയ്യുക, നാവിലൂടെ ഉരുവിടുക. അനേകർ ഇതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 7:5 കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത്, നിന്റെ മാറിടത്ത് ശയിക്കുന്നവളോട് പറയാത്ത വണ്ണം നിന്റെ വായുടെ കതക് കാത്തുകൊള്ളുക. എൻ്റെ വിശ്വാസം വിശ്വസ്തനും നീതിമാനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസത്തോടെ വേരൂന്നപ്പെട്ടിരിക്കയാൽ ഞാൻ മനുഷ്യനെയും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസം സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിലല്ല, പിന്നെയോ എന്നെ വിടുവിപ്പാനും സഹായിപ്പാനും കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം. കാരണം കർത്താവ് വിശ്വസ്തനും മാറ്റമില്ലാത്തവനുമാണ്. എന്നാൽ മനുഷ്യനുമായിട്ടുള്ള സ്നേഹബന്ധം എത്ര വലുതായാലും ഉറച്ച ബന്ധമായാലും പലപ്പോഴും പലർക്കും പലയിടത്ത് വെച്ചും പരാജയപ്പെടാറുണ്ട്. മനുഷ്യ സ്നേഹം നിലനിൽപ്പില്ലാത്തതാണ്, ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്. അവൻ നിത്യനാണ്. മാറ്റമില്ലാത്ത സ്നേഹമാണ് ദൈവത്തിൻ്റേത്. ഏത് പ്രതിസന്ധിയിലും ആ സ്നേഹം നമ്മോടൊപ്പം ഉണ്ടാകും. അവൻ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. ജീവിത സാഹചര്യത്തിൽ ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നാലും ഡിസപ്പോയിൻമെൻറ്റിലൂടെ കടന്നുപോയാലും ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കോൺഫിഡൻറ്റ് ഈസ് ഇൻ ദ ലോർഡ് അലോൺ. കർത്താവിൽ മാത്രം ഞാൻ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഞാൻ കർത്താവായ യേശുവിൽ ചാരിക്കൊണ്ട് നിൽക്കയാൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനും സുരക്ഷിതനുമാണ്. കാരണം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവിക ജ്ഞാനത്തോടുകൂടിയുള്ള വിശ്വാസമാണ്. ചിലപ്പോൾ മനുഷ്യൻ എന്നെ പരാജയപ്പെടുത്തിയേക്കാം, എന്നാൽ അവിടമെല്ലാം എൻ്റെ ദൈവം എന്നെ പൂർണ്ണമാക്കുകയും പരാജയങ്ങളെ വിജയമാക്കി മാറ്റുകയും ചെയ്യുന്നു. അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാവൽക്കാരനും എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് കാക്കുന്നവനുമാണ്. എൻ്റെ ഓരോ കാലടികളെയും ഡയറക്റ്റ് ചെയ്യുന്നവനാണ്. എനിക്ക് ചുറ്റും സത്യമെന്ന കവചം കൊണ്ട് എന്നെ മൂടി മറയ്ക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ഞാൻ തളർന്നു പോകില്ല, ഇല്ലാതായി പോകയില്ല. എന്നാൽ ഞാൻ ഓരോ ദിവസവും കർത്താവായ ദൈവത്തിൻ്റെ കൃപയിൽ പ്രാഗൽഭ്യത്തോടെ വളരും. എൻ്റെ ഓരോ അനുഭവവും എന്നെ ഷാർപ്പ് ചെയ്യുകയും കൂടുതൽ ആഴമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കാനും ജ്ഞാനത്തോടെ നടക്കുന്നതിനും സഹായിക്കുന്നു. എൻ്റെ സമാധാനം എന്നത് മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ടതല്ല, അത് കർത്താവായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓർ പ്രസൻസിൽ നങ്കൂരമടിച്ചിരിക്കുന്നു. ദ ലോർഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് ഡിഫെൻഡർ. അവൻ എൻ്റെ അഭയവും രക്ഷകനുമാണ്. അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുകയും എനിക്ക് ആരോഗ്യം തരികയും ചെയ്യുന്നു. അവൻ എന്നെ പുനഃസ്ഥാപിക്കുന്നവനാണ്. മാത്രമല്ല അവൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയിൽ ഞാൻ തല ഉയർത്തി ബോൾഡായിട്ട് മുന്നോട്ട് പോകും. അവൻ എന്നെ അനുദിനം സംരക്ഷിക്കുന്നവനാണ്. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ പ്രഖ്യാപിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. സ്വർഗീയ പിതാവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തീച്ചൂളയാകുന്ന ശോധനയിലൂടെ കടന്നുപോയാലും നീ എൻ്റെ അസ്ഥിവാരമാണല്ലോ, സ്ട്രോങ് ഫൗണ്ടേഷൻ ആണല്ലോ. നിന്നിലുള്ള എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകയില്ല എന്ന് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ ദൈവമേ. Father, I thank you that you are my firm foundation even when
Trust is tested. My faith in you remains unshaken. In Jesus' name, amen. Amen. Hallelujah. God bless you.